ഹായ്, ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് കുമ്മിണിപ്പറമ്പ് അങ്ങാടിയിലാട്ടോ. മലപ്പുറം ജില്ലയിൽ കരിപ്പൂരി പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് MBA കോളേജിനൊക്കെ തൊട്ടടുത്ത് കുമ്മിണിപ്പറമ്പ് അങ്ങാടി. ഇതിന്റെ ബാക്കിലൊരു റമ്മ് കണ്ടോ, ഇതുമൊരു ബോർഡുണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതായത് ഫുൾ ടൈം നല്ല തിരക്കുള്ള റോഡാട്ടോ, അത് എയർപോർട്ട് റോഡും കൂടെ ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ അടിയിട്ട് കോയിനൂർക്ക് വരുന്ന ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ ഇവിടെ ഒരു ബോർഡാണ്, റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ റമ്മ് വെച്ചിട്ട് അതായത് റോഡ് വാൾ തകർന്നതിനാൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, നോ എൻട്രി. ബാക്കി വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോളേ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ബോർഡും കണ്ടില്ലേ? ഇതുള്ളത് പള്ളിക്കൽ പഞ്ചായത്തിലെ കുമ്മിണിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ്. കുമ്മിണിപ്പറമ്പ് നമ്മൾ കോയിനൂർക്ക് പോണ വഴിയാണിത്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണിത്. 2 ട്രാക്കുള്ള റോഡിൽ ഒരു ഭാഗം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത്രയും അപകടാവസ്ഥയാണിത്. ബാക്കി വീഡിയോ കണ്ടു നോക്കിട്ടോ. അപ്പോൾ പൊന്നാറ് ചങ്കള ഇതൊന്ന് കണ്ടുവയ്ക്കുകയാണ്. ഈ റോഡ് ഇപ്പോൾ ഞാൻ നിൽക്കണത് കുമ്മിണിപ്പറമ്പ് നിന്ന് കോയിനൂർക്ക് പോണ റോഡാട്ടോ. അതായത് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരുപാട് യാത്രക്കാർ യൂസ് ചെയ്യുന്ന റോഡാണിത്. ഇവിടെ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന്ന് കോയിനൂർ വഴി എയർപോർട്ടിലേക്ക് വരുന്ന ഒരു വഴിയും കൂടെയാണത്. ഈ റോഡിന്റെ പകുതി ഭാഗം ഇപ്പോൾ ഇവിടെ കാണുന്നില്ല നിങ്ങൾ, പകുതിയിലേറെ ഭാഗം തകർന്നിട്ട് മാസങ്ങളോളായി. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചത്, ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത്? മുകളിൽ നമ്മളവിടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ വിട്ടത് കണ്ടില്ലേ? അതായത് റോഡിന്റെ ഭാഗം തകർന്നതിനാൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ബോർഡ് വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതൊന്ന് നന്നാക്കണ്ടേ? എത്ര വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇടുക? ഇതാണ് റോഡിന്റെ അവസ്ഥ. അഥവാ വഴി അറിയാതെ ഏതെങ്കിലും വാഹനങ്ങൾ ഇതുവഴി വന്നിട്ടാണെങ്കിൽ ഇവിടെ എന്തായാലും കുടുങ്ങും. കാരണം ഇതൊരു ഉറപ്പില്ല ഈ റോഡിന്റെ ഈ ഭാഗം ഫുള്ള് ഇടിഞ്ഞ് കിടക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് അധികാരികളിലേക്ക് എത്തിക്കുന്നവരെ ഒന്ന് ഷെയർ ചെയ്യണേ. റോഡിന്റെ അവസ്ഥയാണത്. ഈ ഭാഗം മാത്രമേ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ട്രാക്ക് ഫുള്ള് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഉപയോഗിക്കുന്ന ട്രാക്കിന്റെ അവസ്ഥ തന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഉറപ്പില്ല. വെയിറ്റുള്ള വാഹനങ്ങൾ, ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടിയാനും ചാൻസ് കൂടുതലാണ്. ഇതിവിടെ അടുത്ത് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കീറിയൊരു ഭാഗം കൂടെയാണ് കേട്ടോ, കുടിവെള്ളത്തിന്റെ വേണ്ടിയിട്ട്. ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. ഒരു മെയിൻ റോഡാണ് ഈ കിടക്കുന്നത്. ഇതിലേക്ക് വണ്ടിയായിട്ട് വരുന്നവർ ശ്രദ്ധിക്കണേ, കാരണം വളരെ ഡേഞ്ചർ ഏരിയ ആണ് ഇത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ബൈക്കുകാർ വരെ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണം, ഓപ്പോസിറ്റ് വണ്ടി വരാൻ വേണ്ടി. അങ്ങനെ അത്ര സൗകര്യം ഇവിടെ ഉള്ളൂ. ഇത് കണ്ടില്ല നിങ്ങൾ ഇതിന്റെ അവസ്ഥ? ഇതിങ്ങനെ കിടക്കലുണങ്ങിയിട്ട് മാസങ്ങളായി. ഇതൊന്ന് എത്രയും പെട്ടെന്ന് നന്നാക്കിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കാൻ നമ്മൾ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് നല്ലൊരു അടിപൊളി മന്ത്രി ഉണ്ട്, ബഹുമാനപ്പെട്ട റിയാസ് അവർകള്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് അദ്ദേഹത്തിന്റെ അറിവിലെത്തുന്നവരെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ വലിയൊരു ഉപകാരമാണ്. റോഡ് നേരെ എത്തിപ്പെടുന്നത് ഇവിടെയാണ് കണ്ടോ. ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് എയർപോർട്ടിലേക്കും പള്ളിക്കൊസ്സാർക്കൊക്കെ പോകണമുണ്ട്. ഇവിടെ ബോർഡ് വെച്ച് കണ്ടില്ലേ, റോഡ് വാൾ തകർന്നതിനാൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഈ റോഡാണ് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ സ്ഥലം നന്നാക്കാതെ? ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ നമ്മുടെ അധികാരികളിൽ എത്തുന്നത് വരെ. കാരണം എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കിയിട്ട് നമുക്ക് പഴയ പോലെ ആവണം. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ അത് സംഭവം നടക്കും.